പശുവും ചത്ത മോരില് പുളിയും പോയിന്ന് കേട്ടിട്ടില്ലേ? അതുപോലെയാണ് ഇപ്പൊ എന്റെ അവസ്ഥ. ഓണവും കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ കൊണ്ടുവരുന്നത്. സംഭവം വേറൊന്നുമല്ല, എനിക്ക് നല്ല മടിയായിരുന്നു ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കാനും അത് എഡിറ്റ് ചെയ്ത് ഇറക്കാനും. അപ്പൊ ഓണം, ഈ പ്രാവശ്യത്തെ ഓണം വലിയ സെലിബ്രേഷൻസ് ഒന്നും ഇല്ലാണ്ട് പോകുമെന്നാണ് ഞാൻ വിചാരിച്ചോണ്ടിരുന്നത്. പക്ഷെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ആ ഓണം അങ്ങ് കളറാക്കി. നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഓരോ ആഘോഷവും അതിൻ്റെതായ രീതിയിൽ ആഘോഷിക്കാൻ പറ്റുന്നെന്ന് പറയുന്നത് ഒരു ഭയങ്കര ഭാഗ്യമാണ്. എന്തെല്ലാം കറി വെക്കണം എന്നുള്ള ലിസ്റ്റെല്ലാം ഇട്ട് സാധനങ്ങളെല്ലാം പോയി ഒന്നിച്ച് പർച്ചേസ് ചെയ്ത് തിരിച്ചു വന്ന് അതെല്ലാം അരിയുമ്പോഴുള്ള വർത്താനവും ബഹളവും എല്ലാമായിട്ട് ആ ഓണം അങ്ങ് അടിച്ചു പൊളിക്കാൻ പറ്റുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചില്ല. ഫുഡിന്റെ ഡിപ്പാർട്ട്മെന്റ് എല്ലാം മീനു അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്തതുകൊണ്ട് ഞങ്ങൾ അതൊന്നും അറിയേണ്ടി വന്നില്ല. മൈലാഞ്ചി ഇടലും മുല്ലപ്പൂ വെക്കലുമായിട്ട് ഞങ്ങൾ സൈഡിൽ കൂടെ അങ്ങ് പോയി. ഒരുങ്ങലെല്ലാം കഴിഞ്ഞു വന്ന് കുറച്ചു നേരം ഫോട്ടോ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവർക്കും നല്ല വിശപ്പ്. പിന്നെ പപ്പടവും പഴവും പായസവും കൂട്ടി നല്ലൊരു ഒന്നാന്തര സദ്യ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയത്. ഓരോ പടം പിടുത്തവും ഭാവിയിലെ മെമ്മറി ആണെന്നാണല്ലോ. അങ്ങനെ ഫോട്ടോസും വീഡിയോസും എടുത്ത് ഞങ്ങളുടെ ഓരോ മൊമെന്റും ഞങ്ങളും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. അവസാന സമയമായപ്പോഴേക്കും പായസത്തിന്റെ എഫക്ട് കൊണ്ടാണോ എന്നറിയാൻ പാടില്ല, എല്ലാവരും സൈഡായി. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഓണം ആഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ പിന്നെ കാണാം, ബൈ.